ഇക്കഴിഞ്ഞ ഏഷ്യ കപ്പിൽ അയാൾ ക്രീസിലെത്തിയത് ആകെ 4 മത്സരങ്ങളിൽ. അതിൽ 3ലും മികച്ച പ്രകടനം. ഒമാനെതിരെയുള്ള മത്സരത്തിൽ 56 റൺസുമായി കളിയിലെ കേമൻ. ശ്രീലങ്കയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ 92-ന് 3 എന്ന നിലയിൽ തകർന്ന ഇന്ത്യക്ക് വേണ്ടി 169 സ്ട്രൈക്ക് റേറ്റിൽ അടിച്ചെടുത്തത് 39 റൺസ്. കലാശ പോരാട്ടത്തിൽ 20-3 എന്ന ദയനീയ നിലയിൽ നിന്ന് രാജ്യത്തെ കിരീടത്തിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ തിലക് വർമ്മക്കൊപ്പം പടുത്തുയർത്തിയത് 57 റൺസിന്റെ അപരാജിത കൂട്ടുകെട്ട്. ക്രീസിൽ സഞ്ജു സാംസൺ എന്ന ഇതിഹാസം തീർത്ത സ്വപ്നസുന്ദര ഇന്നിംഗ്സുകൾ ഒരുപാടുണ്ട്. ഏഷ്യ കപ്പും T20 ലോകകപ്പും നേടിയ ഏക മലയാളിയാണ് അയാൾ. ഇക്കഴിഞ്ഞ ഏഷ്യ കപ്പിൽ കിരീടം ചൂടിയ ഇന്ത്യൻ ടീമിന്റെ റൺവേട്ടക്കാരിൽ 3ാമൻ. 1ഉം 2ഉം സ്ഥാനത്തുള്ളവരാവട്ടെ അയാളെക്കാൾ കൂടുതൽ ഇന്നിംഗ്സുകൾ കളിച്ചവർ. ഏഷ്യ കപ്പിൽ സഞ്ജു സാംസണിന്റെ പ്രകടനം വിലയിരുത്താൻ ഈ കണക്കുകൾ തന്നെ ധാരാളമാണ്. അവഗണനയുടെ കുത്തുവാക്കുകളും പരിഹാസത്തിന്റെ കയ്പുനീരും കുടിച്ച് കരിയറിൽ പൊരുതി നിൽക്കുമ്പോഴും ക്രീസിൽ അയാൾ തീർത്ത മായാജാലങ്ങൾ ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ മായാതെ പതിഞ്ഞിട്ടുണ്ട്. കളത്തിലെ മിന്നും പ്രകടനങ്ങൾ കൊണ്ട് സഞ്ജു ടീമിലെ സ്ഥിരം സാന്നിധ്യമാകുമെന്ന് കണക്ക് കൂട്ടിയവർ ഏറെയായിരുന്നു. എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് കളിക്കപ്പുറത്ത് ചില കണക്കുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷപാതിത്വത്തിന്റെയും സ്വജന താല്പര്യങ്ങളുടെയും കൂട്ടിക്കിഴിക്കലുകൾ. ആ കണക്ക് ടാലിയാവാത്തത് കൊണ്ട് മാത്രം സഞ്ജുവിന് അർഹിച്ച അംഗീകാരങ്ങളൊന്നും തേടിയെത്തിയില്ല. ഓപ്പണറായി 3 സെഞ്ചുറികൾ സ്വന്തം പേരിൽ കുറിച്ചൊരു താരം ആഴ്ചകൾ കഴിയുമ്പോൾ 8ാമനായി ഡഗ്ഔട്ടിൽ ഇരിക്കേണ്ടി വന്ന അവസ്ഥാവിശേഷമായിരുന്നു ഏഷ്യ കപ്പിലേത്. വിക്കറ്റിന് പിറകിലും സഞ്ജുവിന്റെ കൈകൾ സുരക്ഷിതമായിരുന്നു. അതേറെ പേർ വാഴ്ത്തിപ്പാടുന്നില്ലെങ്കിലും അയാൾ പറന്നു പിടിച്ച പന്തുകളും ചടുലമായ സ്റ്റെമ്പിങ്ങുമൊക്കെ ആ വിക്കറ്റ് കീപ്പിംഗ് മിടുക്കിന്റെ സാക്ഷ്യപത്രമായിരുന്നു. അതൊക്കെ ബൗണ്ടറിക്ക് പുറത്തേക്ക് തള്ളി പാഴായിപ്പോയ ഒരു ക്യാച്ച് മാത്രം വിമർശകർ ഉയർത്തിക്കാട്ടുന്നത് അവർ അയാളെ ഭയക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഏഷ്യ കപ്പിൽ ഏറ്റവും കൂടുതൽ പേരെ പുറത്താക്കിയ വിക്കറ്റ് കീപ്പറാണ് സഞ്ജു. അത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. കീപ്പിങ്ങിൽ ശരാശരിയിലും താഴെന്ന് കരുതുന്നവർ സ്റ്റംപ് കാക്കുന്ന കാലത്താണ് സഞ്ജു വ്യത്യസ്തനാവുന്നത്. ലോബിയിങ്ങിന്റെ ക്രേസിൽ അതൊന്നും അളവുകോലാവുന്നില്ലെന്നു മാത്രം. ഈ ഏഷ്യ കപ്പിലെ പ്രകടന മികവിൽ അയാൾ ഇനിയും ഒരുപാട് തവണ നീലക്കുപ്പായമണിയാൻ അർഹനാണ്. ഇഷ്ടക്കാർക്ക് വേണ്ടി സെലക്ടർമാർ ഇനിയും അയാളെ ക്ലീൻ ബൗൾഡ് ആക്കുമോ എന്നത് മാത്രമേ അറിയാനുള്ളൂ.